അമ്പലത്തിൽ പോകാറുണ്ടോ? പോകാറുണ്ട്. ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ തിരക്കായിരിക്കുന്ന സമയം ധന്യയുടെ കയ്യിൽ വിലപിടിപ്പുള്ളൊരു ഫോണുണ്ട് എന്ന് കരുതിക്കോ. നേർച്ച ഇടാൻ വേണ്ടിയിട്ട് ധന്യ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഒന്ന് നേർച്ചയിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ വലിയ ഭണ്ഡാരമാണ്. അതിലേക്ക് ഇപ്പോൾ കുനിയുന്ന സമയത്ത് ധന്യ പോക്കറ്റിൽ വെച്ച ഫോൺ അങ്ങ് ഈ പറയുന്ന ഭണ്ഡാരപ്പെട്ടിയിലേക്ക് പോയി. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ദൈവം അതെടുത്ത് വിൽക്കും. ഭണ്ഡാരപ്പെട്ടിയിൽ എന്ത് വീണാലും അത് ദൈവത്തിന് സ്വന്തമാണ്. അങ്ങനെ ചില സംഭവങ്ങൾ ഇപ്പോൾ സംഭവിച്ചു. അതും പറയുന്നത് ആരാ? ഒരു ക്ഷേത്രത്തിലെ നടന്ന സംഭവമാണിത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. കാരണം ഭണ്ഡാരപ്പെട്ടിയിൽ എന്ത് വീണാലും അത് ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് പറയുന്ന വിവരമില്ലായ്മയുണ്ടല്ലോ. ദൈവത്തിന് എന്തിനാ ഐഫോണിന്റെ ആവശ്യം എന്താ ദൈവത്തിന്? നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലേ? ഞാനൊക്കെ വാർത്ത കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് ദൈവം ഇപ്പൊ ഐഫോണൊക്കെ ഉപയോഗിക്കുള്ളൂ. കാരണം ഒരു ലോജിക്കില്ലേ. ഐഫോൺ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ചെറിയ വിലക്കൊന്നും വാങ്ങാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും വിലപിടിപ്പുള്ള ഒരു ഫോൺ വാങ്ങി അത് കയ്യിൽ നിന്ന് ഭണ്ഡാരപ്പെട്ടിയിലേക്കൊന്ന് വീഴുന്നു. അതെടുത്ത് കൊടുക്കാനുള്ള സാമാന്യ മര്യാദ ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കാണിക്കേണ്ടത്. ഇത് തമിഴ്നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നേർച്ചപ്പെട്ടിയിലേക്ക് പണം ഇടുന്നതിനിടയിൽ അബദ്ധത്തിലാണ് നേർച്ചപ്പെട്ടിയിലേക്ക് ഒരു യുവാവിന്റെ ഫോൺ വീണത്. ചെന്നൈക്ക് സമീപമുള്ള തിരുപ്പേരൂർ അരുൾമികു കന്ദസ്വാമി ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വിനായകപുരം സ്വദേശിയ ദിനേശ് എന്ന ആളുടെ ഐഫോണാണ് നേർച്ചപ്പെട്ടിയിൽ നഷ്ടമായത്. ഈ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. നേർച്ചപ്പെട്ടിയിലേക്ക് അബദ്ധത്തിൽ വീണ ഫോണ് ക്ഷേത്രത്തിൻ്റെതാണെന്നാണ് ക്ഷേത്ര അധികൃതർ പറയുന്നത്. നേർച്ചപ്പെട്ടിയിൽ നിന്ന് ഫോൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെയാണ് യുവാവ് ക്ഷേത്ര അധികാരികളുടെ സഹായം തേടിയത്. എന്നാൽ നേർച്ചപ്പെട്ടിയിൽ വീഴുന്നതെന്തും പ്രതിഷ്ഠയ്ക്ക് സ്വന്തമാണെന്നാണ് ക്ഷേത്ര അധികൃതർ യുവാവിനോട് പറഞ്ഞത്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. അപ്പോൾ ദൈവത്തിന് നേർച്ചപ്പെട്ടിയിൽ വീണ ഐഫോണുമായി എന്താണ് ബന്ധം എന്നുള്ളതാണ്. ഫോൺ ക്ഷേത്രത്തിൻ്റെതെന്ന് വ്യക്തമാക്കിയ അധികൃതർ സിം തിരികെ നൽകിയതിനു ശേഷം ഫോണിൽ നിന്ന് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാനും അനുവാദം നൽകി. അപ്പോൾ സിമ്മും ഡേറ്റയും ദൈവത്തിന് വേണ്ട, ഫോണ് മാത്രം മതി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കറൻസി നോട്ട് പുറത്തെടുക്കുമ്പോഴാണ് ഫോൺ നേർച്ചപ്പെട്ടിയിലേക്ക് വീണത്. കഴിഞ്ഞ മാസം കുടുംബത്തിനോടൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനെത്തിയതായിരുന്നു യുവാവ്. നേർച്ചപ്പെട്ടി തുറക്കുന്ന സമയത്ത് അറിയിക്കണമെന്ന് യുവാവ് പരാതി എഴുതി നൽകിയിരുന്നു. 2 മാസം കൂടുമ്പോൾ മാത്രമാണ് നേർച്ചപ്പെട്ടി തുറക്കാറുള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. വെള്ളിയാഴ്ച അധികൃതർ നേർച്ചപ്പെട്ടി തുറന്ന സമയത്ത് ദിനേശ് ഇവിടെ എത്തി ഫോൺ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ മുൻ നിലപാട് തന്നെ സ്വീകരിച്ചു. അതായത് ഫോൺ തരില്ല, സിമ്മും ഡേറ്റയും എടുത്തോ, അത് ദൈവത്തിന് വേണ്ട, ഐഫോൺ മാത്രം ദൈവത്തിന് മതി. യുവാവ് ആവശ്യം ആവർത്തിച്ചതോടെ അധികൃതർ സിം തിരികെ നൽകുകയും ഫോണിലെ ഡാറ്റ ശേഖരിക്കാൻ യുവാവിനെ അനുവദിക്കുകയുമായിരുന്നു. എന്നാൽ ഇതിനോടകം മറ്റൊരു സിം യുവാവ് എടുത്തതിനാൽ ഫോണിനൊപ്പം സിം കാർഡും ക്ഷേത്ര അധികൃതർക്ക് നൽകിയാണ് യുവാവ് മടങ്ങിയത്. എന്നാൽ നേർച്ചപ്പെട്ടി ഇരുമ്പ് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നതിനാൽ ഫോൺ എങ്ങനെ അബദ്ധത്തിൽ വീഴുമെന്നാണ് അധികൃതർ യുവാവിനോട് ചോദിച്ചത്. അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇരുമ്പ് വേലി കെട്ടി പിന്നെ ഈ സംരക്ഷിച്ച ഒരു നേർച്ചപ്പെട്ടിക്കകത്തേക്ക് എത്ര തന്നെയായാലും നമ്മൾ പൈസ എറിയേണ്ടി വരും, അല്ലെങ്കിൽ പൈസ വളരെ കഷ്ടപ്പെട്ടിടേണ്ടി വരും. അങ്ങനെയുള്ളൊരു നേർച്ചപ്പെട്ടിക്കകത്തേക്ക് എങ്ങനെ ഐഫോൺ പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതെന്തായാലും അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ഉത്തരേ കാണുള്ളൂ. പൈസ എറിഞ്ഞത് ഫോണായിരിക്കും. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം സാധ്യത. പോക്കറ്റിൽ നിന്ന് പെട്ടെന്ന് എറിഞ്ഞതായിരിക്കും. എന്നാൽ പോലും അബദ്ധമൊക്കെ പറ്റും. മനുഷ്യരല്ലേ, മനുഷ്യർക്ക് അബദ്ധം പറ്റാത്ത സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ വ്യക്തി ചെയ്യേണ്ടത് കോടതിയിൽ പോവുക എന്നുള്ളതാണ്. കോടതിയിൽ പോയാൽ ഈ പറയുന്ന ക്ഷേത്രം അധികാരികളുടെ ഈ ഐഫോൺ പ്രേമം, ദൈവത്തിന് വേണമെന്ന് പറയുന്ന ഐഫോൺ പ്രേമം കോടതി പൊളിച്ച് കയ്യിൽ കൊടുത്തേനെ. മാത്രമല്ല ഈ ശ്രീകോവിലിരിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി വന്ന് ഇവൻ്റെയൊക്കെ മണ്ടയ്ക്കടിക്കാത്തത് മഹാഭാഗ്യമെന്ന് മാത്രമേ കരുതാവൂ. കാര്യം എന്തൊരു വൃത്തികളാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പറയുന്ന ഈ ഏറെ പുരോഗമിച്ച കാലഘട്ടം, ഭരണഘടന, അത് ഇത് എന്നൊക്കെ പറയുന്ന ആളുകളുള്ള ഒരു സ്ഥലം. ഇപ്പൊ ഇത് ഉത്തർപ്രദേശിലാണ് സംഭവിച്ചത്. എന്തായിരിക്കും തന്നെ അവസ്ഥ? ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ ഇപ്പൊ കേരളം നിന്ന് കത്തിയേനെ. അതെ. മാത്രമല്ല ഇപ്പൊ QR കോഡുകളാ ക്ഷേത്രങ്ങളിൽ എന്ത് നേർച്ച അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, അതായത് എന്ത് ഈ പറയുന്ന ഇതിൽ വീണ് കഴിഞ്ഞാലും അത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മൈബോസിലൊരു സീനാണ്. ദിലീപ് പറയുന്നുണ്ട്, എൻ്റെ കട്ടിലിൽ ആര് കിടന്നാലും അതെൻ്റെതാണ്, ഞാൻ പിടിക്കും എന്ന് പറയുന്നുണ്ട്. അതേ ഒരു രീതിയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത്. തുടർ അപ്പോൾ നമ്മളൊക്കെ അമ്പലത്തിൽ പോകും. ഞാനൊന്നും അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് സാധാരണ അങ്ങനെ കാരണം ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്.
ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ അവർ തന്നെ അതിൽ ഫണ്ടൊക്കെ കണ്ടെത്തും. അല്ലാത്ത ഇല്ല, തെറ്റാണേ അത്. കാര്യം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണെങ്കിൽ വരുമാനമുള്ള ക്ഷേത്രം മാത്രമേ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുള്ളൂ. വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രവും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കില്ല. അപ്പൊ ഓക്കെ, ചെറിയ അമ്പലങ്ങളാണെങ്കിൽ നമ്മൾ പോയാൽ ഒരു എണ്ണയോ തിരിയോ അല്ലെങ്കിൽ കാണിക്ക ഇടാൻ വലിയ തുകയൊന്നുമല്ല, ചെറിയ തുകയോ കാണിക്ക ഇടാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പല അമ്പലങ്ങളിലും QR കോഡാണ്. QR കോഡാകുമ്പോൾ ദൈവത്തിന് നമ്മൾ എങ്ങനെ 10 രൂപയും 5 രൂപയൊക്കെ കൊടുക്കും? മിനിമം ഒരു 50 രൂപയെങ്കിലും ദൈവത്തിന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ദൈവം തന്നെ വിചാരിക്കൂല എത്ര താറിയാടാ നീ എന്ന്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമ്പലങ്ങൾ എന്ന് വെച്ചാൽ പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളുമാണ്, വിശ്വാസവുമാണ് ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ QR കോഡ്. ദൈവത്തിന് എന്തിനാണ് ഐഫോണും പണവും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാരിക്കോരി ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിൽ സ്വർണ്ണ തളിക, കിരീടങ്ങൾ, ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഇതൊക്കെ ദൈവത്തിന് എന്തിനാണ് സ്വർണ്ണ തളികയും സ്വർണ്ണ കിരീടം? ദൈവം ഏത് തൂടിലും തുരുമ്പിലുമുള്ള ആളാണ് ദൈവം. ദൈവം ഒരിടത്തും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് സ്വർണ്ണ തളികയിൽ തന്നെ നിങ്ങൾ തരണം, എനിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പിന്നെ വരുമ്പോൾ ക്യൂ നിന്ന് കയറണം, പണക്കാരൻ വരുമ്പോൾ 1000 രൂപ കൊടുത്ത് എന്നെ കണ്ടോ എന്നൊന്നും ദൈവം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരുമൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളാണിത്. 1000 രൂപ കൊടുത്താൽ ഭഗവാനെ കുറച്ചുകൂടി മുന്നിൽ നിന്ന് നമുക്ക് കണ്ടു തൊഴാം. പൈസ കൊടുത്തില്ല എങ്കിൽ ഉന്തിലും തള്ളിലും പെട്ട് ആ തിരുനടയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളെ കൈ കൊണ്ട് തട്ടി വിടുകയാണ്. ഈ ഭക്തരുടെ പൈസ കൊണ്ടാണ് ആ ക്ഷേത്രം വളരുന്നത് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഇങ്ങനെ പൊക്ക ഒരു നോക്കൊന്ന് കാണുന്നതിന് മുൻപേ നമ്മളെ അങ്ങ് മാറ്റി വിടുന്നത്. ഗുരുവായൂർ അത്തരത്തിൽ തന്നെ നമ്മൾ ഈ 1000 രൂപയൊക്കെ കൊടുത്ത് എന്തിനാ ദൈവത്തിന് നമുക്ക് ദൈവത്തിനെ കാണണമെങ്കിൽ ക്യൂ നിന്ന് അല്പം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദൈവത്തിനെ കണ്ടാലേ ദൈവത്തിന് നമ്മളോടൊരു ഇഷ്ടവും ഒരു അനുകമ്പയൊക്കെ തോന്നും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അതിലെ ഔചിത്യം എന്താണെന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചോദിക്കും 1000 രൂപ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി തൊഴാം. മറ്റേത് 3-4 മണിക്കൂർ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് വേണം കയറി. രാവിലെ 4 മണിക്കൊക്കെ നിന്നാൽ രാത്രി ഒരു 8-9 മണിക്കൊക്കെയാണ് നമുക്കൊന്ന് തൊഴാൻ പറ്റുന്നത്. എത്രത്തോളം സമയം ക്യൂ ഒക്കെ നിന്നാലും നമുക്ക് കയറാം. അത് കുറേ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി എടുത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് കയറി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭണ്ഡാര പെട്ടികളൊക്കെ തുറന്നിട്ട് നേരെ പണം കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലാണോ ഇവരൊക്കെ വയ്ക്കുന്നത്? ഈ ഭണ്ഡാരത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടുത്തെ അധികൃതർക്കാർക്കോ ഐഫോൺ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പൈസ കിട്ടാതെ വന്നപ്പോൾ ഈ ബാബുവിൻ്റെ തലയിലെടുത്ത് എന്താണെന്നറിയില്ല, കണ്ടക ശനിയാണെന്നറിയില്ല, അദ്ദേഹം പൈസയെന്നും പറഞ്ഞെറിഞ്ഞത് ഫോണായിപ്പോയി കാണും. അത് അതിൻ്റെ അകത്ത് വീണു. കിട്ടിയ അവസരം അധികൃതർ പാഴാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ദൈവത്തിനെയും വിറ്റ് എങ്ങനെയും ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ. ഇതിൽ വീഴില്ല എങ്കിലും ഒരു സംശയം ചോദിക്കട്ടെ, ഒരു കുഞ്ഞാണ് വലിയ ഭണ്ഡാരപ്പെട്ടിയാണ് അതിൽ വീഴുന്നു പോയതെങ്കിൽ അതും ദൈവത്തിൻ്റെതാണെന്ന് ഇവർ തിരിച്ചു കൊടുക്കാതിരിക്കൂ? അതെ, അതോടുകൂടി തീരും. അതോടുകൂടി അവരുടെ കെട്ടും ഭണ്ഡാരവും എല്ലാം എടുത്ത് പൂട്ടും. ഇതാണ് ഉണ്ടാവുക. ഇവിടെ ഒരു കാര്യം അറിയോ, അതായത് നമ്മുടെ കേരളത്തിൽ ഉള്ള കുറേ ക്ഷേത്രങ്ങളുണ്ടല്ലോ, കേരളത്തിലെ കുറേ ക്ഷേത്രങ്ങൾക്കകത്ത് ദേവസ്വം ബോർഡ് കാണിക്കുന്ന കുറേ തെമ്മാടിത്തരങ്ങളുണ്ട്. അതായത് ഇതുവരെ കാണാത്ത പൂജകൾ വലിയ പൈസയ്ക്കൊക്കെ ഇപ്പം കൊണ്ടുവെക്കും. എന്നിട്ട് ആളുകളെ കൊണ്ട് വലിയ പൈസയ്ക്ക് അത് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ദേവനെ നേരിട്ട് കാണാൻ ഇപ്പം ധന്യ പറഞ്ഞതുപോലെ 1000 രൂപയ്ക്ക് കൊടുത്താൽ നേവൾക്ക് കത്തിച്ചാൽ 1000 രൂപയ്ക്ക് നേവൾക്ക് കത്തിച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാണാം. ഞാൻ പറയട്ടെ, ഒരു ക്ഷേത്രത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ദേവനെ കണ്ട് തിരിച്ചു വരാൻ, അങ്ങനെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല. അവിടെ ഒരു നോക്ക് കണ്ടുവരാൻ എന്തിനാണ്? അതൊന്നും ഒരു കാര്യവുമല്ല. അങ്ങനെ കണ്ട് ഒരു ഇത് കിട്ടേണ്ടതൊന്നും അല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ ഇരുന്ന് മൂലമന്ത്രമൊക്കെ ജപിച്ച് അല്ലെങ്കിൽ ദേവന്റെ നാമം ജപിച്ച് അവിടെ ഇരുന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്നായി ആത്മീയതയിലേക്ക് ഒന്നു ചേരുന്നതാണ് ക്ഷേത്രം. ഇവിടുത്തെ കേരളത്തിൽ ഇപ്പൊ ഗുരുവായൂർ ആയിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ, മറ്റു ക്ഷേത്രങ്ങളായിക്കോട്ടെ, ആ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഭക്തന് പോയി സമാധാനത്തോടെ ഇരിക്കാനോ കാണാനോ അവന്റെ ആത്മീയ നിർവൃത്തി കൊണ്ടുവരാനോ ഒന്നും ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ ആളുകൾക്കൊരു സമാധാനമാണ് ഞാൻ പോയി എന്നുള്ളത്. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം.